ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ആരെന്നതിൽ ചർച്ചകൾ സജീവമാക്കി ബി. മുഖ്യമന്ത്രി ആരെന്നതിൽ ബി ദേശീയ നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിനായി പോകും മുൻപ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാണ് ബി കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. രാജേഷ്, ഡൽഹി ആര് നയിക്കും, ഡൽഹി മുഖ്യമന്ത്രി ആര് എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ചർച്ചകളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ചരിത്രത്തിലെ വലിയ വിജയം നേടിയതോടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നൊരു സജീവ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് ബി. പ്രധാനമായും ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ തറപ്പറ്റിച്ച പർവേഷ് വർമ്മയാണ് ഈ ആദ്യഘട്ടത്തിൽ ഈ ബി ജെ പി സംസ്ഥാനം പരിഗണിക്കുന്നത്. പ്രധാനമായും മുൻ മുഖ്യമന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ തറപ്പറ്റിച്ച 3182 വോട്ടിന് പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ബി ജെ പിയുടെ ഒരു പരിഗണനയിലുള്ളത്. അതേസമയം തന്നെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വിജേന്ദ്ര ഗുപ്തയും ക്ഷമിക്കണം നിലവിലെ പ്രതിപക്ഷ നേതാവായ വീരേന്ദ്ര ഗുപ്തയും ഈ ആദ്യഘട്ട പരിഗണനയിലുണ്ട്. അതേപോലെ തന്നെ RSSുമായി ഏറെ അടുപ്പമുള്ള സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയെല്ലാം ഈ ആദ്യ പരിഗണനയിൽ ഈ 3 പേരുകളാണ് ഇപ്പോൾ ബി ജെ പിയുടെ ആദ്യ പരിഗണനയിലുള്ളത്. എന്തായാലും ഈ സംസ്ഥാന നേതൃത്വ ഘടകമല്ല, ഈ കേന്ദ്ര നേതൃത്വമാണ് ഇപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകുക. ഇന്നത്തോടെ ഈ സംസ്ഥാന നേതൃത്വമായി കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തും. തൊട്ടു പിന്നാലെയായിരിക്കും ഡൽഹി ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും പർവേഷ് വർമ്മയും വിജേന്ദ്ര ഗുപ്ത, സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവ തുടങ്ങിയ 3 പേരുകളാണ് ഇപ്പോൾ ആദ്യഘട്ട പരിഗണനയിലുള്ളത്. എന്തായാലും മോദിയുടെ വിദേശ സന്ദർശനത്തിന് മുൻപായി ഈ ഡൽഹി ഇനി ആര് ഭരിക്കണം എന്നൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാകും. എന്തായാലും ഇരട്ട എഞ്ചിൻ സർക്കാർ വരുമെന്ന ഒരു സൂചന നൽകി പർവേഷ് വർമ്മ ഇന്നലെ മാധ്യമങ്ങൾ കണ്ടിരുന്നു. ഇത് പർവേഷ് വർമ്മയ്ക്ക് ഒരു അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്ന്, അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ഇനി പർവേഷ് വർമ്മയാകുമെന്നൊരു അഭ്യൂഹം ഇപ്പോൾ ഡൽഹിയിൽ പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ ഒരു അപ്രതീക്ഷിത മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനും ബി ജെ പി ശ്രമം ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ബി ജെ പി സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കാതെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ബി ജെ പി സാധാരണയായി കൊണ്ടുവരുന്ന മുഖ്യമന്ത്രിയെ ഇത്തവണയും ഡൽഹിയെ സംബന്ധിച്ചോളം അതുപോലെ തന്നെ ഒരു രീതി തന്നെയായിരിക്കും ഇത്തവണയും നിലവിലുള്ളത്. എന്തായാലും വനിതാ നേതാവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അടുത്ത വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങനെയാണെങ്കിൽ ഷിഗ റായിയെയാണ് പരിഗണിക്കാൻ സാധ്യത. അതേസമയം തന്നെ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് മറ്റൊരു പേരിലേക്ക് ഇത് ചേക്കേറാൻ സാധ്യത ഏറെയാണ്. എന്തായാലും പർവേഷ് വർമ്മയാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ പരിഗണനയിലുള്ളത്. അരവിന്ദ് കെജ്രിവാളിനെ 3182 വോട്ടിന് ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ തറപ്പറ്റിച്ച പർവേഷ് വർമ്മ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ തീരുമാനത്തിൽ ഈ ആദ്യഘട്ട തീരുമാനത്തിൽ പരിഗണനയിലുള്ളത്. എന്തായാലും മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനും അല്ലെങ്കിൽ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ആളും കൂടി ആയതുകൊണ്ട് തന്നെ ഹരിയാനയെ സംഭവിക്കാത്തത് അല്ലെങ്കിൽ ഡൽഹി സംഭവിക്കാം എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അത് കൂടി പരിഗണിച്ചായിരിക്കും ഇനി ഡൽഹി ആര് ഭരിക്കും എന്നൊരു കാര്യം ഇപ്പോൾ തീരുമാനമായിരിക്കുക. അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പോലെ തന്നെ ഇനി ഡൽഹിയെ സംബന്ധിച്ചോളം ഇരട്ട വികസനമാകും എന്നൊരു കാര്യം മോദി ഇന്നലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ സംസാരിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ശക്തമായ ഒരു മുഖ്യമന്ത്രിയെ തന്നെയായിരിക്കും ഡൽഹിയെ സംബന്ധിച്ചോളം നിലവിലുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ വിദേശ സന്ദർശനം മുൻപ് ഈ ഡൽഹിയെ സംബന്ധിച്ചോളം അടുത്ത മുഖ്യമന്ത്രി, അടുത്ത ഡബിൾ എഞ്ചിൻ സർക്കാർ ആര് ഭരിക്കുമെന്നൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും JP നദ്ദ അടക്കമുള്ള, അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ സംസ്ഥാന ഘടകവുമായി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. തൊട്ടു പിന്നാലെ സംസ്ഥാന ഘടകവുമായി കേന്ദ്ര നേതൃത്വം സംസാരിച്ചു ഇതിലൊരു തീരുമാനം വരും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിനിടെ ഇനി അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും, അല്ലെങ്കിൽ 27 വർഷത്തിന് ശേഷം ബി ജെ പിയുടെ ഏത് മുഖ്യമന്ത്രിയെ രംഗത്തിറക്കും. അത് ഈ മോദി പറഞ്ഞ പോലെ തന്നെ ഈ ഡൽഹിയെ സംബന്ധിച്ചോളം ഇനി വരാനുള്ളത് ഇരട്ട വികസനത്തിന് ഈ മുഖ്യമന്ത്രി ഏത് രീതിയിലെല്ലാം പ്രായോഗികമാണ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ മുഖ്യമന്ത്രി
ക്ഷമിക്കണം, ഏത് രീതിയിലുള്ള ആളെ ഇതിനായി തെരഞ്ഞെടുക്കും, വികസനത്തിന്റെ ഭാഗമായി ഏത് രീതിയിലുള്ള ആളെ തെരഞ്ഞെടുക്കും എല്ലാം ചോദ്യചിഹ്നമാണ്. എന്തായാലും പർവേഷ് വർമ്മയാണ് ആദ്യഘട്ടത്തിൽ ഈ BJP-യുടെ പരിഗണനയിലുള്ളത്. തൊട്ടു പിന്നാലെ നിലവിലെ ഡൽഹി പ്രതിപക്ഷ നേതാവായ വിജേന്ദ്ര ഗുപ്ത, തൊട്ടു പിന്നാലെ RSSന്റെ സംസ്ഥാന പ്രസിഡന്റായ വീരേന്ദ്ര സച്ദേവ തുടങ്ങിയ വലിയ പേരുകൾ തന്നെ ഈ നിലവിലുള്ളത്. എന്തായാലും ഒരു ഡസനോളം പേരുകളാണ് BJP-യുടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന ചർച്ചയിലുള്ളത്. എന്തായാലും ഈ മൂന്ന് പേരുകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിഗണനയിലുള്ളത്. ആതിര. ശരി, രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.